അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട്രോണിക്സ് 1.5 മീറ്ററുള്ള ഒരു മൈക്രോഫോണാണ് നമുക്ക് തന്നിരിക്കുന്നത്. എക്സ്ട്രാ പ്ലഗിൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് നോയ്സ് ഉണ്ട്. ഓപ്പൺ എയർ ഏരിയ ആണ്, കാരണം അതൊരു അക്കോസ്റ്റിക് റൂം അല്ല. ഹലോ 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 മൈക്ക് ടെക്സ്. സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങളിൽ പലരും യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്. യൂട്യൂബ് വീഡിയോസ് മാത്രമല്ല, പല രീതിയിലുള്ള റെക്കോർഡിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി പലതരം വീഡിയോസുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടി ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു മൈക്രോഫോൺ കിറ്റ്, നല്ല കിഡിലൻ മൈക്രോഫോൺ കിറ്റാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് മൈക്രോഫോൺ കിറ്റിന്റെ വീഡിയോയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതിന്റെ ബെല്ലൈക്കൺ അമർത്തിയാലാണ് നമ്മുടെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. സ്മാർട്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ മൈക്രോഫോൺ കിറ്റ്. ഇത് നമുക്ക് ആമസോണിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രത്യേകത അവർ പറയുന്നത് ഫോർ സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് ഓർ പി സിക്ക് വേണ്ടി, ലാപ്ടോപ്പിനും അത് സ്മാർട്ട് ഫോണിനും പി സിക്കും എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും കിടിലൻ മൈക്കാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്താണെങ്കിലും നമുക്ക് ഇന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്. അവർ പറഞ്ഞ പോലെ ഇതിൻ്റെ യൂസ്ഫുൾ ആണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ പി സിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള കോഡുകൾ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇത് അതിൻ്റെ കൂടെയുള്ള ഒരു യൂസർ മാനുവലാണ്. ഒരു ക്യാരി ബാഗും തന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഈ മൈക്രോഫോൺ സൂക്ഷിക്കാൻ വേണ്ടിയാണ് നമുക്ക് ബാഗ് തന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കിടലൊരു ബാഗ്, അതിനുള്ളിൽ നമ്മൾ അതിസുന്ദരമായ ഒരു മൈക്രോഫോണാണ് തന്നിരിക്കുന്നത്. ഏകദേശം 1.5 മീറ്ററുള്ള ഒരു മൈക്രോഫോണാണ് നമുക്ക് തന്നിരിക്കുന്നത്. അടിപൊളി മൈക്രോഫോൺ. പിന്നെ അവർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പി സി കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിലേക്ക് ഉപയോഗിക്കുന്നതിന് നമ്മൾ 4 ഓപ്ഷനാണ് വന്നത്. അതായത് സ്റ്റീരിയോ, മൈക്ക്, അങ്ങനെ ഓപ്ഷൻസാണ് വന്നത്. പക്ഷെ നമുക്ക് പി സി കണക്ട് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും കാണാൻ പറ്റും. അതിൻ്റെ പി സിയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാം ഔട്ടും സ്റ്റീരിയോ ആയിട്ടാണ് വന്നത്. ഇത് കണ്ടല്ലേ. അപ്പോൾ 1 2 3 4 അങ്ങനെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് 3 ഓപ്ഷനിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് പി സിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഈ സോക്കറ്റ് തന്നിരിക്കുന്നത്. എന്നാലും നല്ല ബ്രാസ് ആണ്, നല്ല ഗോൾഡൻ ബ്രാസ് ആണ് അവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ക്വാളിറ്റി അവകാശപ്പെടാൻ പറ്റും തീർച്ചയായിട്ടും. അതും വലിയ കാര്യമാണ്. അപ്പോൾ ക്യാരി ബാഗിനുള്ളിൽ അത് കണ്ടോ, ഈ സാധനമൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ചെറിയൊരു ബാഗ് പോലെ ഇതിനുള്ളിൽ തന്നിട്ടുണ്ട്. നമുക്കതിനെ വളരെ സൂക്ഷിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൊണ്ട് തന്നെ അവർ ഈ പറഞ്ഞ പോലെ എക്സ്റ്റൻഷൻ കേബിളാണ് തന്നിരിക്കുന്നത്. അവരുടെ സെയിം കമ്പനിയുടെ തന്നെ കേബിളാണ് തന്നിരിക്കുന്നത്. ഏതാണ്ട് ഈ കേബിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 79 ഇഞ്ചാണ്. നമുക്ക് ഈ മൈക്രോഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമുക്ക് ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. അതായത് ഈ ഫ്രീക്വൻസി റേഞ്ച് പറഞ്ഞേക്കണ 20 ഹെർട്സ് ആണ്, 16 കിലോ ഹെർട്സും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി പറയുന്നുണ്ട് 30 dB ആണ്, പ്ലസ് 2 dB RF എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ തന്നിരിക്കുന്നത്. സിംഗിൾ പോർട്ടിൽ, അതായത് ഉപയോഗിക്കാനായിട്ട് ഇതിന് 3.5 ജാക്ക് കറക്റ്റ് നേരിട്ട് തന്നെ ഉപയോഗിക്കുക. തന്നേക്കണ എക്സ്ട്രാ പ്ലഗിൻസ് ഉപയോഗിക്കരുത്. എക്സ്ട്രാ പ്ലഗിൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ രീതി തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് എന്നാൽ ഈ മൈക്കിൻ്റെ പവർ എന്തോരമുണ്ട്, മൈക്ക് നമുക്ക് കൊടുത്ത പൈസയ്ക്ക് മൂല്യമുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ഇത് കണക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ മൈക്ക് പിൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയോ ഓൾറെഡി ഈ മൈക്കിൽ റെക്കോർഡാണ്. ഹായ്, വെൽക്കം ടു സൂര്യ ഇലക്ട്രോണിക്സ്. ഹലോ 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 മൈക്ക് ടെസ്റ്റ്. ഹലോ ഹലോ ഹലോ. ഇവിടെ കുറച്ച് നോയ്സ് ഉണ്ട്. അതായത് ഞാൻ ഓപ്പൺ എയർ ഏരിയ ആണ്, കാരണം അതൊരു അക്കോസ്റ്റിക് റൂം അല്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നുള്ള ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എത്രമാത്രം ഈ സൗണ്ട് നിങ്ങളുടെ റെക്കോർഡിങ്ങിൽ, അതായത് ഓഡിയോ റെക്കോർഡിങ്ങിൽ, ഈ മൈക്കിൻ്റെ റെക്കോർഡിങ്ങിൽ വരണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് ഹലോ 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 മൈക്ക് ടെക്സ്റ്റ്. ഹലോ ഹലോ ഹലോ. അപ്പോൾ നമ്മുടെ മൈക്കിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. 499 രൂപയുടെ പാക്കേജിലാണ് ആമസോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മൈക്ക് 499 രൂപയ്ക്ക് നമുക്ക് ഉപകാരപ്രദമാണ്. കാരണം ഈ മൈക്ക് മാത്രമല്ല കിട്ടുന്നത്, ഇതിൻ്റെ കൂടെ ഒരു 2 മീറ്റർ ദൈർഘ്യമുള്ള ഒരു എക്സ്റ്റൻഷൻ കേബിളുണ്ട്. അതും ബ്രാസിൻ്റെ നല്ല അടിപൊളി കേബിളാണ്. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടി 3.5-ൻ്റെ ഒരു കണക്ടറും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പി സിയിൽ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമാകും
ലഭ്യമാകുന്ന ഒരു മൈക്ക് തന്നെയാണ്. 499 രൂപയ്ക്ക് ഈ സാധനം ആമസോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ സാധനം നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ്. നമ്മുടെ ഷോപ്പിൽ വന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സാധനം ആമസോണിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. കടയുടെ തൊട്ടടുത്ത് ഉള്ളവർ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രൈസിൽ തന്നെ ഈ സാധനം നിങ്ങൾക്ക് ലഭ്യമാക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതുപോലെ പുതിയ പുതിയ ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഞാനിത് പർച്ചേസ് ചെയ്യുമ്പോൾ, എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് സംഭവം എത്തിക്കുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാലാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം.